അങ്ങനെ ഞങ്ങളിത് ഈ ബ്രിഡ്ജ് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ കയറിയ ബ്രിഡ്ജ് ഇതേപോലെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 25 കിലോമീറ്റർ ഉണ്ട് കേട്ടോ, ഏകദേശം 25 കിലോമീറ്ററാണ് ഇതിൻ്റെ വലിപ്പം വരുന്നത് കേട്ടോ. അപ്പോൾ ന്യൂ വൺ വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏകദേശം ഇപ്പം ഞങ്ങൾ നേരെ പോണത് ഫുഡ് കഴിക്കാനാണ്. റൊമാൻസിൽ പോയി ഫുഡ് കഴിച്ചതിന് ശേഷം, കാരണം നല്ല വിശപ്പുണ്ട്, പിന്നെ ചൂടാണ് കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് ഗ്ലാസ്സൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഈ സൈഡ് ഫുള്ള് ബീച്ച് സൈഡാട്ടോ, ഫുൾ ബീച്ച് സൈഡായതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് എന്താ പറയുക, കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പം അതുപോലെ തന്നെ നല്ല ചൂടും ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു സമയം എന്ന് പറയുന്നത് നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഗ്ലാസ്സൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടായിട്ട്. ഇവിടുന്ന് നേരെ നമ്മൾ പോയിട്ട് ദമാമ് ഫുള്ള് കറങ്ങും കേട്ടോ. അവിടെ കോർണിഷ്, അതുപോലെ തന്നെ അൽക്കോബാർ, അങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ അതുപോലെ തന്നെ അവിടെയൊക്കെ മൊത്തം എല്ലാ സ്ഥലങ്ങളും നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് ഫുള്ളായിട്ട് നമ്മൾ ഇന്നിൽ കാണിക്കുന്നതാണ് കേട്ടോ. കാരണം ഒരുപാട് എല്ലാ സ്ഥലവും നമുക്ക് കവർ ചെയ്യാൻ പറ്റുമോ അറിയില്ല, പക്ഷേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ നമ്മളിന്ന് പോകുന്നതാണ്. പിന്നെ കണ്ടില്ലേ ഇതിന്റെ ഭംഗിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പിന്നെ എന്താ പറയാ, ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാട്ടോ. ഈ കടലിന്റെ ഭംഗി എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയേക്കുന്ന സംഭവങ്ങളാണ്. കണ്ടോ, മരുഭൂമിയിൽ നിന്നൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട്, അല്ലെങ്കിൽ സിറ്റി ലൈഫിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇത് മനസ്സിന് ഒരു ശാന്തി തരുന്ന ഒരു സാധനമാണ്. അല്ല പൈസ, അതെ, അടിപൊളിയാണ്. അപ്പോൾ എന്താ പറയുക, ഞങ്ങൾ ഇവിടെ ബീച്ച് കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. നല്ല അടിപൊളി വ്യൂ ആട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടു കേട്ടോ, പോകുന്ന വഴിക്ക് ഇറങ്ങിയാണ്. ഇത് പച്ച കളർ പോലെ ഉണ്ട് കേട്ടോ, ഭയങ്കര എന്താ പറയുക, നല്ല ഭംഗി കാണുന്നത്. ഈ അതിൻ്റെ അടിയിൽ താഴ്ഭാഗത്തുള്ള പാറക്കല്ലും കാര്യങ്ങളൊക്കെ ശരിക്കും അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഇപ്പം നല്ല വെയിലുണ്ട് ഈ സമയത്ത്, പക്ഷെ എന്നാൽ പോലും എന്താ പറയുക, നല്ല ഒരു ഇളം കാറ്റ് വീശുന്നതുകൊണ്ട് അടിപൊളിയാണ്. കാണിച്ചു തരാം. നമ്മളിങ്ങനെ പോകുന്ന റൂട്ടിൽ ഒരുപാട് വാക്ക് വേകളും അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കുകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഇത് ഈ ഉച്ച സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, പക്ഷെ രാത്രി സമയത്ത് ഇവിടെയൊക്കെ വന്നിരിക്കാനും പിന്നെ ഇവിടെ അതിനൊക്കെ ഭയങ്കര കംഫർട്ടായിട്ട സ്ഥലം കൂടിയാണ് കേട്ടോ. കാരണം എല്ലാ കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വലിയ ആളുകൾക്കായാലും വൈകുന്നേരങ്ങളിലും രാത്രികളിലൊക്കെ വന്നിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. നമ്മളിപ്പോൾ റൊമാൻസി എത്തിയിട്ടോ. റൊമാൻസി എന്നാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോണേ. അപ്പോൾ റൊമാൻസി അതേ ഹോട്ടലെത്തി, അൽ റൊമാൻസിയ. ഓക്കെ, പാർക്കിംഗ് ഉണ്ടോയെന്ന് സംശയമാണ്, എന്തായാലും നമുക്ക് നോക്കാം. കാരണം നമ്മൾ റൊമാൻസി സെലക്ട് ചെയ്യാനുള്ള കാരണം നമ്മൾ മുന്നേ ഇതിന് റൊമാൻസി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ റൊമാൻസിയിലെ ഫുഡ്. നല്ല പൈസ. നമ്മളെന്താണ് കഴിക്കാൻ പോകുന്നത്? അതെ, മന്തി കഴിക്കാനാണ് നമ്മൾ പോണത് കേട്ടോ. ഓക്കെ, അങ്ങനെ ഇതാ മന്തി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നല്ല മന്തിയൊക്കെ കഴിച്ച് ഞങ്ങളിനി ഇവിടെ നേരെ ഇവിടെ നിന്ന് ഇറങ്ങി കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വരും. ഓക്കെ, അപ്പോൾ കഴിച്ചിട്ട് വരാം. ഓക്കെ, നല്ല ഫുഡായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായതുകൊണ്ട് നല്ല വയറ് നിറച്ചിട്ട് കഴിക്കാൻ പറ്റി. ഇപ്പം നേരെ ഞങ്ങൾ പോണത് ഇപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് കോബാർ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. അതായത് അത്യാവശ്യം നല്ല ഒരുപാട് കാണാനൊക്കെയുള്ള പ്രകൃതിയുടെ അതിമനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന് അൽ കോബാർ എന്നാണ് ഇതിനെ വിശേഷിക്കുന്നത്. പ്രാചീന കാലങ്ങളിൽ സൗദി അറേബ്യയിലുള്ള പ്രമുഖ വ്യക്തികൾ ഇതിലൂടെ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദമാം സൗദി അറേബ്യൻ്റെ കിഴക്കൻ പ്രവിശ്യയിലെ ഒരു തലസ്ഥാന നഗരം കൂടിയാട്ടോ അത്. അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ പ്രധാന വ്യവസായ വ്യാപാര വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ്. പിന്നെ ഇത് പ്രധാന തുറമുഖ നഗരമാണ്. കിങ് ഫഹദ് പോർട്ട് അതൊക്കെ ഇവിടെ തന്നെയാട്ടോ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ കിഴക്കൻ പ്രവിശ്യയുടെ ഭരണകേന്ദ്രം, കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം, അതുപോലെ തന്നെ സജീവമായ ബിസിനസ് ഹബ്ബ്, സൗദി അറേബ്യയിലെ പ്രധാന പെട്രോളിയം കമ്പനിയായ സൗദി അറാംകോയുടെ ആസ്ഥാനം, അങ്ങനെ ഒട്ടനവധി സവിശേഷതകളുള്ളൊരു നാട് കൂടിയാട്ടോ ഈ ദമാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ മെയിൻ നമ്മൾ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇവിടെ ഉള്ളൊരു സ്ഥലം കൂടിയാണ് അൽ കോബാർ എന്ന് പറഞ്ഞ സ്ഥലം. കോബാർ എന്ന് പറയുന്നത് ദമാമിന് അടുത്തുള്ള മറ്റൊരു പ്രധാന നഗരമാണ് കേട്ടോ. ഇത് സാങ്കേതികമായിട്ട് വേറെ നഗരമാണെങ്കിലും
അൽഖോബാർ ദമാമിലെ മെയിൻ നഗരമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ കിഴക്കൻ പ്രവിശ്യയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ദമ്മാമയുടെ ഭാഗമായിട്ട് അൽ ഖോബാർ വാണിജ്യം, വിനോദസഞ്ചാരം, അതുപോലെ തന്നെ കുടുംബജീവിതം എന്നിവയൊക്കെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഈ അൽ ഖോബാർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുക ഒരുപാട് ആകർഷങ്ങൾ ഉള്ളൊരു സ്ഥലം കൂടിയാണ്. കാരണം ഈ ബീച്ചായാലും കോർണിഷ്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്കൊക്കെ രാത്രികളിലും പകലിലൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന വാക്ക് വേകൾ, അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ളൊരു നാട് കൂടിയാട്ടോ. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ മെയിൻ മനോഹരമായിട്ടൊരു കടൽ തീരങ്ങളാണ് പിന്നെ കൂടുതലായിട്ട് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ കിഴക്കൻ സമുദ്രതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ നഗരം ശാന്തമായ കടൽ കാഴ്ചകളും അതുപോലെ വൃത്തിയുള്ള വാക്ക് വേകളും കൊണ്ട് ആളുകളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്നൊരു സംഭവം കൂടിയാണ് കേട്ടോ. പിന്നെ അൽഖോബാറിൽ നിരവധി അന്താരാഷ്ട്ര ഹോട്ടലുകളും അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളും ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഫേമസ് ആയിട്ടുള്ള മോൾ ഓഫ് ദമാം, പിന്നെ അൽറാഷ് മോൾ, ഇവൻറ്റ്സ് പോലുള്ള സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ഷോപ്പിംഗ് വിനോദത്തിനായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. കൂടാതെ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കൊക്കെ പോകുന്ന പ്രധാന ക്രോസ് വേ ആയിട്ടുള്ള പിന്നെ കിങ് ഫഹദ് ക്രോസ് വേ ഈ സ്ഥിതി ചെയ്യുന്നത് അൽ ഖോബാറിലാട്ടോ. കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ക്രോസ് വേ ഇല്ല, അത് മെയിനായിട്ട് വരുന്നത് അൽ ഖോബാറിലാണ്. അത് ഞാൻ അതിൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഈ സൈഡ് വരുന്നത് അൽ ഖോബാറും അപ്പുറത്ത് ചെയ്ത് വരുന്ന അൽ ജസ്റയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയും എന്താ പറയുക ഒരുപാട് സവിശേഷതകളുള്ളൊരു നാട് കൂടിയാണ് ഈ അൽ ഖോബാർ എന്ന് പറയുന്നത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ പകലിനേക്കാൾ കൂടുതൽ ആളുകൾ ഇറങ്ങുന്നത് രാത്രികളിലാണെന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒരുപാട് സ്ട്രീറ്റ് ലൈറ്റുകളും രാത്രിയുടെ ഭംഗി കാണാൻ തന്നെ വേറെ തന്നെ വൈബാണ് കേട്ടോ. നമ്മളെ വീഡിയോയിലില്ല, പക്ഷേ അത് ശരിക്കും നല്ല നല്ല ഫീലാണ്. ആ സ്ട്രീറ്റ് ലൈറ്റുകളും വാക്ക് വേകളും, ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ ഒരുപാട് പാർക്കുകൾ. ഈ ഒരു ഉച്ച സമയം ആയതുകൊണ്ടാണ് ആളുകളൊന്നും പുറത്ത് കാണാത്തത്. പക്ഷേ ഈ രാത്രി സമയങ്ങളിൽ ഫുള്ള് എന്താ പറയുക ആളുകളായാലും പബ്ലിക്കൊക്കെ എല്ലാവരും പാർക്കിലും ഇതുപോലെ വാക്ക് വേയിലുമാണ്. അങ്ങനെ ഗൈസ് ഞങ്ങളിപ്പോൾ അവിടെയൊക്കെ കറങ്ങി നേരെ ഫായിസിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ലുലു മാളിൽ വന്നതാണ് കേട്ടോ. ഇവിടെ അടുത്തൊരു ലുലു മാളുണ്ട്. അപ്പോൾ ആ ലുലു മാളിലോട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇവിടെ സോന കട്ട് ഫ്രൂട്ട് വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കട്ട് ഫ്രൂട്ട് വാങ്ങാനുള്ള ഇതിലാണ്. പായസിന് അങ്ങനെ പായസിന് കേക്കിൻ്റെ പേരെന്തോടാ? അയ്യോ ഹണി കേക്ക്. അയ്യോ ഹണി കേക്ക് നമ്മൾ വാങ്ങുകയാണ്. നാട്ടിൽ ഒരുപാട് കാലമായി ഇറങ്ങിയിട്ട്, പക്ഷെ ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാനുള്ള പരിപാടിയിലാണ്. ചോക്ലേറ്റ് എന്താ പൈസ? അത് ബ്രൗണി ട്രിപ്പിൾ. ആ ഇതിനുള്ളിൽ കേക്കാണ്, കുറച്ച് ക്രീം ഫില്ലിംഗ് ഒക്കെ ആയിട്ട് വരും. അപ്പോൾ അത് വാങ്ങാനുള്ള പരിപാടിയിലാണ്. 2-3 വാങ്ങിയാലും ട്രൈ സാമ്പിൾ നോക്കിയാണ്. സെയിം ആണോ? ഇത് ചോക്ലേറ്റ് ജാർ കേക്കാണ്. ഇത് ബ്രൗണി ട്രിപ്പിൾ. ഓക്കെ, നമുക്ക് വാങ്ങാം. ഡിഫറെൻറ്റ് ബിറ്റ്വീൻ ദ ടു കേക്ക്സ്? കാൻ യു ടെൽ മീ? പണിക്ക് എങ്ങനെയുണ്ട് ഐശ കേക്ക്? അടിപൊളിയല്ലേ? ശരിക്കും ഇത് നമ്മളെ നാട്ടിലുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ലുലുവില് ഇവിടെ സാധനം കിട്ടി. ഫായിസ് കുറേ ആയിട്ട് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് വാങ്ങിച്ചാണ്. അപ്പോൾ അടിപൊളിയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഖോബാർ കോർണിഷിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല വീഡിയോ സമയത്ത് സൺസെറ്റും അതുപോലെ തന്നെ ഈ കടലിൻ്റെ വ്യൂ ഒക്കെ കൂടി ആയിട്ട് നല്ല രസമുണ്ട്. ഇവിടെ ഇളം കാറ്റും അടിക്കുന്നുണ്ട്. കാരണം വെയിലൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഏകദേശം നല്ല അടിപൊളിയാണ്. വ്യൂ നോക്കി അത്യാവശ്യം നല്ല വ്യൂ ആണ്. ഈ സമയത്ത് ഒരു കാറ്റത്ത് നമ്മൾ ഇവിടെ വന്നിരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാർ, ഓരോ കപ്പിൾസ് ആയാലും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഇങ്ങനെ
ഗായ്സ് അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പൈസ എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച അത്ര എക്സ്പെക്ട് ചെയ്തൊന്നും നടന്നില്ല. അതാണ് അവൻ പോരാന്ന് പറഞ്ഞത്. പിന്നെ ട്രിപ്പ് വരുന്ന വഴിക്കുള്ള യാത്രകൾ ഞങ്ങൾ എടുത്തില്ല. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ ഇവിടെ എത്തിയതാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൽ അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക്